ഈ ഇടയ്ക്ക് നമ്മൾ ഞെട്ടലോടെ കേട്ട ഒരു സംഭവമാണ് ചേർത്തലയിൽ 3 സ്ത്രീകളെ കാണാതാകുന്നതും അതിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ചേർത്തലയിലെ തന്നെ സെബാസ്റ്റ്യന്റെ ക്രൂരതകളും. ഒരു സ്ത്രീയെ കാണാനില്ല എന്നുള്ള കേസിന്റെ അന്വേഷണം ചെന്നെത്തിയത് പല സ്ത്രീകളുടെ തിരോധാനവും അതിനു പിന്നിലെ ദുരൂഹതകളുമാണ്. ഇതിലേറ്റവും ഒടുവിൽ കാണാതായ ജൈനമ്മയുടെ രക്തക്കറയാണ് ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയതെന്ന് തെളിഞ്ഞിരുന്നു. ഇതിപ്പോ ഒരു കേസാണെങ്കിൽ നമുക്ക് യാദൃശ്ചികമെന്ന് പറയാമായിരുന്നു. ഇതങ്ങനെയല്ല. കൃത്യമായ ഇടവേളകളിൽ പണമുള്ള, ചതിക്കാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടെത്തി പിന്നാലെ നടന്ന് ആസൂത്രണം ചെയ്താണ് സെബാസ്റ്റ്യൻ ഇരകളെ കുരുക്കിയിരുന്നത്. ഇയാൾ ഒരു സീരിയൽ കില്ലറാണെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ. ആരാണ് സെബാസ്റ്റ്യൻ? എന്ത് ക്രൂരതകളാണ് ഇയാൾ പാവപ്പെട്ട കുറച്ച് ആൾക്കാരോട് ചെയ്തത്? അതെന്തിനു വേണ്ടിയായിരുന്നു? ആ കേസ് എന്താണെന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ SK ശാരിക. വെൽക്കം ടു SK ശാരിക ടോക്സ്. നമുക്ക് ആദ്യം നോക്കാം, ആരാണ് ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ? വസ്തു ഇടപാടുകളിലൂടെ സമ്പന്നനായ സെബാസ്റ്റ്യൻ ഒരു കാലത്ത് പള്ളിപ്പുറത്തുകാരുടെ അമ്മാവനായിരുന്നു. ഒറ്റപ്പെട്ട പ്രദേശത്തുള്ള 2.5 ഏക്കറിലെ വീട്ടിലായിരുന്നു സെബാസ്റ്റ്യന്റെ താമസം. 2017 ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെ കാണാനില്ല എന്ന പരാതി വന്നതോടെ നടന്ന അന്വേഷണത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുന്നത്. അതുവരെ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ഇയാൾ. പിന്നീടാണ് വസ്തു ഇടപാടുകളിൽ സെബാസ്റ്റ്യൻ പലരെ പറ്റിച്ചതായി പരാതികൾ വരുന്നത്. കേസിൽ ഉൾപ്പെട്ട് നിരന്തരം പോലീസ് വീട്ടിലെത്തിയതോടെ ഇയാളും കുടുംബവും താമസം ഭാര്യ വീടായ ഏറ്റുമാനൂരിലേക്ക് മാറ്റി. സ്ത്രീകളെ കൊന്ന് അവരുടെ ആഭരണങ്ങളും വസ്തുവും കൈക്കലാക്കുന്നതാണ് ഇയാളുടെ പ്രധാന ഹോബിയെന്ന് പതിയെ തെളിഞ്ഞു തുടങ്ങുന്നു. ഈ സെബാസ്റ്റ്യന്റെ ഇരകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരും സ്ത്രീകളാണ്. അതും കുടുംബവുമായി അധികം ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന സമ്പന്നരായവർ. ഈ കേസിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് നോക്കാം. ചേർത്തല ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാനമാണ് ഈ കേസുകളുടെ ഒക്കെ തുടക്കമായി കരുതാം. 23 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബിന്ദു പത്മനാഭൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന വെളിപ്പെടുത്തൽ സെബാസ്റ്റ്യന്റെ സുഹൃത്ത് കടക്കരപ്പള്ളി ശശികല കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഇത് പക്ഷേ പരിശോധിക്കുന്നതേ ഉള്ളൂ. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയപ്പോഴാണ് വീണ്ടും ഈ ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ബിന്ദു പത്മനാഭൻ ആരാണെന്ന് നമുക്ക് നോക്കാം. കോടീശ്വരിയായ ബിന്ദു റിട്ടയർഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പത്മനാഭപിള്ളയുടെ മകളാണ്. സഹോദരൻ പ്രവീൺ ഇറ്റലിയിൽ നിന്നും നാട്ടിലെത്തിയ പ്രവീൺ മനസ്സിലാക്കുന്നു സഹോദരി സ്വത്തെല്ലാം വിറ്റെന്നും കഴിഞ്ഞ 3 വർഷമായി ബിന്ദുവിനെ കാണാനില്ലെന്നും. ഇതോടെ 2017 പ്രവീൺ സഹോദരിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകുന്നു. 2013 ഓഗസ്റ്റിൽ മാവേലിക്കരയിൽ അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ ബിന്ദുവും പള്ളിപ്പുറത്തെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനുമായി എത്തിയെന്നും പിന്നീട് ബിന്ദുവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നാണ് പരാതിയിൽ ഉണ്ടായിരുന്നത്. ഇതാണ് ബിന്ദു തിരോധാനവുമായി സെബാസ്റ്റ്യനെ ബന്ധപ്പെടുത്തിയതും. അവസാന കാലങ്ങളിൽ സെബാസ്റ്റ്യനോടൊപ്പം ബിന്ദുവിനെ പലരും കണ്ടിട്ടുള്ളതായി മൊഴിയുമുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കാണാതായ ബിന്ദു 2003 മുതൽ സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നതായും പലതവണ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വന്നിട്ടുള്ളതായും കണ്ടെത്തിയിരുന്നു. ബിന്ദു മാതാപിതാക്കളുടെ മരണശേഷം ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ളതും സെബാസ്റ്റ്യനുമായി മാത്രമായിരുന്നെന്നും തെളിഞ്ഞു. അങ്ങനെയാണ് സെബാസ്റ്റ്യനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ബിന്ദുവിന്റെ പേരിൽ വ്യാജ മുക്തിയാർ ചമച്ച് വസ്തു വിൽപ്പന നടത്തിയതിന് തെളിവുകളും കണ്ടെടുത്തു. ഇതൊക്കെയാണെങ്കിലും ഏതായാലും ബിന്ദു കേസ് ഇപ്പോഴും ചുരുളഴിയാതെ തന്നെ കിടക്കുകയാണ്. ബിന്ദുവിൽ നിന്നുമാണ് ജൈനമ്മ തിരോധാനത്തിലേക്ക് എത്തുന്നത്. 2024 ഡിസംബർ 23-നാണ് ജൈനമ്മയെ കാണാതാകുന്നത്. പാലായിൽ ധ്യാനത്തിന് പോവുകയാണെന്ന് പറഞ്ഞാണ് ജൈനമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. 4 ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചെത്താതായതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. കാണാതായ ദിവസങ്ങളിൽ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ചേർത്തല പള്ളിപ്പുറത്തായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നു. ഇതേപോലൊരു കേസിൽ പ്രതിസ്ഥാനത്തുള്ള സെബാസ്റ്റ്യന്റെ വീട് ഈ പരിസരത്താണെന്ന് അറിഞ്ഞ ക്രൈംബ്രാഞ്ച് ഇയാളെ വട്ടമിട്ടു. വിശദമായ പരിശോധനയിൽ ജൈനമ്മയെ കാണാതായ ദിവസങ്ങളിൽ രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ ഒരേ ടവറിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തി. സെബാസ്റ്റ്യനും ജൈനമ്മയും തമ്മിലുള്ള ഫോൺ കോൾ രേഖകൾ കൂടി പരിശോധിച്ചതോടെ
ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ കുരുക്കി. പിന്നീടാണ് 2.5 ഏക്കറോളം വരുന്ന ഇയാളുടെ പറമ്പും വീടും പരിശോധിക്കുന്നതും രക്തക്കറയും അസ്ഥികളും കാണുന്നതും രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് തെളിയുന്നതും. ഇതിനിടയിലാണ് ചേർത്തല നഗരസഭ ശാസ്താംകവല സ്വദേശിനി റോസമ്മ അവതരിക്കുന്നത്. ചേർത്തല വാരനാട് സ്വദേശി ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ പങ്ക് വെളിപ്പെടുത്തിയത് റോസമ്മയാണ്. കാണാതായ റിട്ടയർഡ് ഉദ്യോഗസ്ഥ ഐഷയുടെ അയൽപക്കക്കാരിയാണ് റോസമ്മ. ഐഷയുമായി നല്ല ബന്ധത്തിലായിരുന്ന റോസമ്മ കാണാതാകുന്ന സമയത്ത് ഐഷയും സെബാസ്റ്റ്യനും അടുത്ത ബന്ധത്തിലായിരുന്നുവെന്ന് മൊഴി നൽകുന്നു. സ്ഥലം വാങ്ങാനായി കരുതി വെച്ചിരുന്ന പണമടക്കം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നതായും ഇത് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തിട്ടുണ്ടാകുമെന്നാണ് റോസമ്മ പറയുന്നത്. തന്നെയും വിവാഹം കഴിക്കാൻ സെബാസ്റ്റ്യൻ ആലോചിച്ചെന്നും അത് സ്വത്ത് ലക്ഷ്യമിട്ടാണെന്നും ഇവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ റോസമ്മയുടെ മൊഴി അത്ര വിശ്വസിക്കാവുന്ന രീതിയിലല്ല. സെബാസ്റ്റ്യന്റെ വീടും പറമ്പും പരിശോധിച്ചപ്പോൾ തന്നെ റോസമ്മയുടെ വീടും കോഴി ഫാമും അടക്കം പോലീസ് പരിശോധിച്ചിരുന്നു. ഇവരെ പോലീസ് ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിനിടെയാണ് ചേർത്തലയിൽ നിന്ന് 5 വർഷം മുമ്പ് കാണാതായ സിന്ധുവിനെ കുറിച്ചും വീണ്ടും അന്വേഷിക്കുന്നത്. 2020 ഒക്ടോബർ 19-നാണ് ചേർത്തലയിൽ നിന്ന് സിന്ധുവിനെ കാണാതായത്. തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് 2023-ൽ ആക്കുങ്കൽ പോലീസ് കേസ് അന്വേഷണം അവസാനിപ്പിച്ചിരുന്നു. അമ്പലത്തിൽ പോകുന്നെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് സിന്ധു ഇറങ്ങിയത്. എന്നാൽ പിന്നീട് സിന്ധു തിരിച്ചു വന്നിട്ടില്ല. 3 സ്ത്രീകളെ കാണാതായ കേസിന് സമാനമായ കാര്യങ്ങൾ സിന്ധു തിരോധാന കേസിലും ഉള്ളതുകൊണ്ടാണ് സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ച് ഇതും അന്വേഷിക്കുന്നത്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ പറമ്പിൽ നിന്നും അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തതോടെ 2 തവണ റഡാറും കടാവർ നായയും അടക്കമെത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. ഇതിൽ കത്തിക്കരിഞ്ഞ അസ്ഥികൾ, ബാഗ്, കൊന്ത തുടങ്ങിയവ കണ്ടെത്തിയിരുന്നു. സെബാസ്റ്റ്യന്റെ 2.5 ഏക്കർ വരുന്ന പറമ്പ് കാട് മൂടിക്കിടക്കുന്ന നിലയിലാണ്. ഇതിൽ ഒന്നിലധികം കുളങ്ങളുമുണ്ട്. മാംസം തിന്നുന്ന ആഫ്രിക്കൻ മുഷി, പിരാന അടക്കമുള്ള മത്സ്യങ്ങളും ഈ കുളത്തിലുണ്ട്. മൃതദേഹങ്ങൾ കുളത്തിൽ തള്ളിയിട്ടുണ്ടോ എന്ന സംശയം അതുകൊണ്ട് തന്നെ ബലപ്പെടുന്നുമുണ്ട്. പരിശോധനയിൽ മറ്റു തെളിവുകൾക്കൊപ്പം മൂടിയ ഒരു കിണർ കൂടി ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതും സംശയം ഉണ്ടാക്കുന്നതാണ്. ശാസ്ത്രീയ പരിശോധനയുടെ ഫലം വന്നാലേ ഇക്കാര്യങ്ങൾക്കൊക്കെ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വസ്തു, പണമിടപാട് തുടങ്ങിയവ ലാക്കാക്കിയാണ് സെബാസ്റ്റ്യൻ ഈ 3 സ്ത്രീകളെയും ബന്ധപ്പെട്ടത്. ജൈനമ്മയുടെ സ്വർണം പണയം വെച്ച് കിട്ടിയ പണം ഉപയോഗിച്ച് ഒരു ഫ്രിഡ്ജ് വാങ്ങിയതായി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ബിന്ദുവിന്റെ സ്ഥലവുമായും ബന്ധപ്പെട്ട് ഇയാൾ തട്ടിപ്പ് നടത്തി. ഇനി ബാക്കിയുള്ളവ തെളിയാനുമുണ്ട്. 65 വയസ്സുള്ള സെബാസ്റ്റ്യന്റെ ജീവിതവും വീടും എല്ലാം അടിമുടി ദുരൂഹത നിറഞ്ഞതാണ്. ബ്രോക്കർ ജോലിയും സ്ഥിരം യാത്രകളും ലോഡ്ജുകളിൽ താമസവും പതിവാക്കിയ സെബാസ്റ്റ്യൻ ദിവസങ്ങൾ കൂടുമ്പോഴാണ് വീട്ടിലെത്തിയിരുന്നത്. സെബാസ്റ്റ്യന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഓട്ടോ ഡ്രൈവർ മനോജിന്റെ മരണത്തിലും ഇപ്പോൾ സെബാസ്റ്റ്യന്റെ പങ്ക് അന്വേഷിക്കുന്നുണ്ട്. 2018 ജൂൺ 27-ന് മനോജ് ഉൾപ്പെടെ 4 പേരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ ഇയാളെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സെബാസ്റ്റ്യന്റെ കൂട്ടുകാരനായ ഈ ഓട്ടോ ഡ്രൈവർ മനോജിന്റെ മരണത്തോടെയായിരുന്നു ബിന്ദു പത്മനാഭന്റെ കേസിൽ അന്വേഷണം നിന്നുപോയത്. അവിടെയാണ് അതിന്റെ ട്വിസ്റ്റും. അപ്പോൾ അതും ഇപ്പോൾ അന്വേഷണ പരിധിയിലാണ്. സെബാസ്റ്റ്യൻ പക്ഷേ പഠിച്ച കള്ളനാണെന്ന് പറയേണ്ടതില്ലല്ലോ. ചോദ്യം ചെയ്യുമ്പോൾ വായ തുറക്കില്ല. മാത്രമല്ല കൂട്ടിന് കുറെ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. അപ്പൊ പിന്നെ പെട്ടില്ലേ പോലീസ്. പക്ഷെ ഈ കേസുകളൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. സെബാസ്റ്റ്യന്റെ ആദ്യത്തെ കേസ് തെളിയിക്കാനായെങ്കിൽ ഇത്രയും കേസുകൾ പിന്നീട് വരില്ലായിരുന്നു. അവിടെ ഒരു പിഴ വരാൻ പാടില്ലായിരുന്നു. ഏതായാലും സംഭവിച്ച സ്ഥിതിക്ക് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചാൽ കേസിന്റെ പൂർണ്ണമായ ചുരുൾ അഴിയുമെന്നാണ് കരുതുന്നത്.